അമേരിക്കയെ ഞെട്ടിച്ച വിമാന റാഞ്ചൽ. അമേരിക്കയിലെ പോർട്ട്ലാൻഡ് അന്താരാഷ്ട്ര വിമാനത്താവളം 1971 നവംബർ 24 അമേരിക്കയിലെ പോർട്ട്ലാൻഡ് അന്താരാഷ്ട്ര വിമാനത്താവളം. തിരക്ക് കുറഞ്ഞ ആ സമയത്ത് ഒരു സാധാരണക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരാൾ എയർലൈൻ കൗണ്ടറിലേക്ക് നടന്നെത്തി. അയാൾ കറുത്ത റെയിൻകോട്ടും സ്യൂട്ടും ടൈയും ധരിച്ചിരുന്നു. കയ്യിൽ ഒരു സ്യൂട്ട് കേസും ഉണ്ട്. വാഷിംഗ്ടണിലെ സിയാറ്റിലേക്ക് ഒരു വൺ വേ ടിക്കറ്റ് ആവശ്യപ്പെട്ട് അയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ഡാൻ കൂപ്പർ എന്നാണ്. അന്നത്തെ കാലത്ത് വിമാനയാത്രയ്ക്ക് തിരിച്ചറിയൽ രേഖകൾ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അയാളെ സംശയിച്ചില്ല. എന്നാൽ ആ യാത്രക്കാരന്റെ മനസ്സിൽ ഒരു വലിയ പദ്ധതിയായിരുന്നു. ലോകം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ഇനി ഒരിക്കലും സംഭവിക്കാത്ത ഒരു സാഹസികത. ആ സംഭവമാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നായി മാറിയ ഡാൻ കൂപ്പർ വിമാന റാഞ്ചൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 1971 നവംബർ 24 പോർട്ട്ലാൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സിയാറ്റിലേക്ക് പോകാനുള്ള നോർത്ത് വെസ്റ്റ് ഓറിയൻസ് എയർലൈൻസിന്റെ വിമാനം തയ്യാറായി കിടക്കുകയാണ്. പൊതുവെ തിരക്കുള്ള സമയമല്ലാത്തതിനാൽ അധികം യാത്രക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവസാന നിമിഷം ഒരാൾ കിതച്ചെത്തി. ഡാൻ കൂപ്പർ കണ്ടാൽ സുമുഖൻ, ശാന്തൻ, കയ്യിലൊരു പെട്ടിയുണ്ട്. $20 പണമടച്ച് ടിക്കറ്റും എടുത്ത് ബോയിങ് 727 വിമാനത്തിൽ 30 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയ്ക്കായി അയാൾ ഫ്ലൈറ്റ് 305 കയറി. ഉച്ചയ്ക്ക് 2:50 യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത്. സുരക്ഷാ ചെക്കിംഗ് ഒന്നും അത്ര കർശനമല്ലാത്ത കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് ഓർക്കണം. അയാൾ വിമാനത്തിൽ കയറിപ്പറ്റി. വിമാനം ഉയർന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ആരായാനെത്തിയ എയർ ഹോസ്റ്റസിനോട് തനിക്കൊരു കടലാസും പേനയും വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. വിമാനത്തിന്റെ പിൻഭാഗത്തിരുന്നു കൊണ്ട് കൂപ്പർ ശാന്തമായി ഒരു സിഗരറ്റ് കത്തിച്ച് ഒരു ബോബൺ വിസ്കിയും സോഡയും ഒക്കെ ഓർഡർ ചെയ്തു. ആ എയർ ഹോസ്റ്റസ് അത് എത്തിച്ചു കൊടുത്തു. തിരികെ പോകാൻ തുനിഞ്ഞപ്പോൾ അയാൾ വിലക്കിക്കൊണ്ട് തന്റെ അടുത്തിരിക്കാൻ പറഞ്ഞു. അയാൾ ആ കടലാസിൽ എന്തോ ഒന്ന് എഴുതിയ ശേഷം കോക്പിറ്റിൽ എത്തിക്കാനായി ആവശ്യപ്പെട്ടു. കടലാസ് വായിച്ചു നോക്കി അവർ ഞെട്ടി. ഇതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എനിക്ക് നിങ്ങൾ ആരെയും അധികം ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. എന്റെ കൈവശമുള്ള പെട്ടിയിൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഒരു ബോംബുണ്ട്. എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. അത് നേടിയാൽ ഞാൻ പോയിക്കോളാം. സന്ദേശം കോക്പിറ്റിലെത്തി. അത് വായിച്ച് ക്യാപ്റ്റൻ അയാളുടെ പക്കലെത്തി പെട്ടി തുറന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. നോക്കിയപ്പോൾ പെട്ടിക്കുള്ളിൽ ചുവന്ന നിറത്തിലുള്ള 3 സിലിണ്ടറുകൾ ഘടിപ്പിച്ച എന്തോ ഒരു അസംബിൾഡ് ഡിവൈസ് ആയിരുന്നു. ബോംബ് തന്നെ എന്ന് അവർ ഉറപ്പിച്ചു. ഉടൻ തന്നെ അവർ വിവരം സിയാറ്റിൽ എയർപോർട്ട് അധികൃതരെ അറിയിച്ചു. അവർ പോലീസിനെയും. കൂപ്പറിന്റെ ആവശ്യം ഇതായിരുന്നു: $2 ലക്ഷം, കൂടാതെ ഒരു മിലിറ്ററി നിർമ്മിത പാരച്യൂട്ടും. വിമാനത്തെ ഇന്ധനം നിറയ്ക്കാൻ ഒരു ഇന്ധന ട്രക്ക് തയ്യാറായി നിൽക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടില്ല എങ്കിൽ വിമാനം തകർത്ത് 36 യാത്രക്കാരെയും 6 ജീവനക്കാരെയും കൊല്ലും എന്നായിരുന്നു ഭീഷണി. ആവശ്യം അംഗീകരിക്കാതെ അവർക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. യാത്രക്കാർ ഏകദേശം 36 പേരാണ്. കൂടാതെ 2 ജീവനക്കാരും 2 പൈലറ്റും ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയറും ഉണ്ട്. വിമാനം സിയാറ്റിൽ എയർപോർട്ടിൽ ഇറങ്ങി. ഒരു പോലീസ് ഓഫീസർ കൂപ്പർ ആവശ്യപ്പെട്ട രൂപയും പാരച്യൂട്ടുമായി വിമാനത്തിന്റെ വാതിൽക്കൽ എത്തി. സ്നിപ്പർ ഷൂട്ട് സജ്ജമായിരുന്നു അവിടെ. പണം വാങ്ങാൻ കൂപ്പർ വാതിലിൽ എത്തുന്ന നിമിഷം തന്നെ വെടിവെച്ച് വീഴ്ത്താൻ അവർ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അത് മുൻകൂട്ടി മനസ്സിലാക്കിയ കൂപ്പർ ഒരു പൈലറ്റിന്റെ യൂണിഫോം ഊരി വാങ്ങി അത് ധരിച്ചുകൊണ്ടാണ് വാതിൽ തുറന്നത്. സ്വാഭാവികമായും അത് കൂപ്പറിൽ നിന്ന് തെറ്റിദ്ധരിച്ചു. പണം നൽകിയ ശേഷം ആ ഓഫീസർ തിരികെ ഇറങ്ങി. വാതിലടഞ്ഞു. അല്പസമയത്തിന് ശേഷം വാതിൽ വീണ്ടും തുറന്നു. ഓരോ യാത്രികരായി പുറത്തേക്ക് വരാൻ തുടങ്ങി. ഒപ്പം അതിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരും മുഴുവൻ ആളുകളും ഇറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീണ്ടും വാതിലടഞ്ഞു. ഇപ്പോൾ വിമാനത്തിൽ അവശേഷിക്കുന്നത് 2 പൈലറ്റുമാരും എഞ്ചിനീയറും കൂപ്പറും മാത്രമാണ്. ശാന്തമായൊരു ഭാഗത്തേക്ക് എയർ ടാക്സി ആവശ്യപ്പെട്ട കൂപ്പർ അമേരിക്കൻ സ്നൈപ്പർമാരുടെ കാഴ്ച മറയ്ക്കാൻ കോക്പിറ്റ് ലൈറ്റുകൾ ഓഫാക്കണമെന്ന് പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടു. നോർത്ത് വെസ്റ്റ് എയർലൈനിന്റെ ഒരു ജീവനക്കാരൻ വിമാനത്തെ സമീപിക്കുകയും സീരിയൽ നമ്പറുകൾ എല്ലിൽ ആരംഭിക്കുന്ന ഒരു $10,000-20 കൈമാറുകയും ചെയ്തു. കൂടാതെ ഒരു പ്രാദേശിക സ്കൈ ഡൈവിംഗ് സ്കൂളിൽ നിന്നും കൊണ്ടുവന്ന പാരച്യൂട്ടുകളും കൈമാറി. തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ അപ്പോൾ തന്നെ 36 യാത്രക്കാരെയും ഷാഫ്നർ ഉൾപ്പെടെ 2 ജീവനക്കാരെയും വിട്ടയച്ച് അയാൾ വിമാനം മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിലേക്ക് പറത്താനായി ആവശ്യപ്പെട്ടു. പക്ഷേ ചില നിബന്ധനകൾ മാത്രം അവർ വെച്ചു. വിമാനം 10,000 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പോകാൻ പാടില്ല. APU അഥവാ ഓട്ടോ പൈലറ്റ് യൂണിറ്റ് ഉപയോഗിക്കരുത്. ലാൻഡിംഗ് ഗിയർ, അതായത് പിൻവശത്തേക്കും മുൻവശത്തേക്കും വീലുകൾ താഴ്ന്നു തന്നെ ഇരിക്കണം. 190 കിലോമീറ്ററിൽ കൂടുതൽ വേഗത വരിക്കാൻ പാടില്ല. അവർക്ക് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. കൂപ്പറിന്റെ കൈവശമുള്ളത് ബോംബാണ്. അങ്ങനെ എല്ലാ ജീവനക്കാരോടും കൂപ്പർ കോക്പിറ്റിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് കൂപ്പർ അരയിൽ എന്തോ കെട്ടുന്നത് അവർ കണ്ടിരുന്നു. അത് പണമടങ്ങിയ ബാഗാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലായി. കോക്പിറ്റിന്റെ വാതിലിൽ അഴികളൊന്നും ഇല്ലാത്തതിനാൽ പുറകിൽ കൂപ്പർ എന്താണ് ചെയ്യുന്നതെന്ന് ജീവനക്കാർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. വിമാനം വീണ്ടും
വീണ്ടും ഉയർന്നു. മെക്സിക്കോ ലക്ഷ്യമാക്കി നീങ്ങി. രാത്രി 8 മണിയോടെ പിൻഭാഗത്തെ എയർ സ്റ്റെയറുകൾ താഴ്ത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കോക്പിറ്റിലെ അപായ ലൈറ്റുകൾ തെളിഞ്ഞു. രാത്രി 8:15 വിമാനത്തിന്റെ വാൽ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു ചലനം അനുഭവപ്പെട്ടതായും ജീവനക്കാർ പറയുന്നു. എന്നാൽ വിമാനത്തെ പിന്തുടർന്ന ജെറ്റുകൾ വിമാനത്തിൽ നിന്ന് ഒന്നും പുറത്തേക്ക് പോകുന്നതായി കണ്ടിട്ടില്ലെന്നും അറിയിച്ചു. പരിശോധിച്ചപ്പോൾ വിമാനത്തിന്റെ AFT എയർ സ്റ്റെയർ ഭാഗത്ത് കാർഗോ കയറ്റാനായിട്ടുള്ള ഒരു വാതിൽ തുറക്കപ്പെട്ടതായി കണ്ടു. അവർ ഉടൻ തന്നെ വിമാനം നെവാഡയിലെ തന്നെ മിലിറ്ററി അധീനതയിലുള്ള റെനോ എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടു. സർവ്വസന്നാഹങ്ങളും തയ്യാറാക്കി നിർത്താനും ആവശ്യപ്പെട്ടു. വിമാനം റെനോയിൽ ഇറങ്ങി. ആ നാട്ടിലുള്ള സകല പോലീസുകാരും പട്ടാളക്കാരും രഹസ്യ ഏജൻസികളും അവിടെ കൂപ്പറിനായി അണിനിരന്നു. അവസാനം അരിച്ചു പെറുക്കി നോക്കിയിട്ട് കൂപ്പറിനെയും കണ്ടില്ല, പൈസയും കണ്ടില്ല, ആ ബോംബുമില്ല, പാരച്യൂട്ടുമില്ല. നെവാഡയിലെ തന്നെ ഏതോ വനാന്തര ഭാഗത്തിന് മുകളിൽ വെച്ച് പൈസയും ബോംബെന്ന് അവകാശപ്പെടുന്ന പെട്ടിയും എടുത്ത് അയാൾ പാരച്യൂട്ടിൽ AFT എയർ സ്റ്റെയർ വഴി ചാടി രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. കാട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയെങ്കിലും ആരുടെയും പൊടി പോലുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തെങ്കിലും പിന്നീടുള്ള പരിശോധനയിൽ അത് ഏതോ മൃഗത്തിന്റേതാണെന്ന് തെളിയുകയും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഒറിഗോൺ സ്വദേശിയായ DB കൂപ്പർ എന്നയാളാണെന്ന് ആദ്യം അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഹൈജാക്കർ തന്റെ യഥാർത്ഥ പേര് ഉപയോഗിച്ചിരിക്കാമെന്ന അനുമാനത്തിലായിരുന്നു ഇത്. എന്നാൽ ഇയാളല്ല ഹൈജാക്കർ എന്ന് പെട്ടെന്ന് തന്നെ തെളിഞ്ഞുവെങ്കിലും മാധ്യമങ്ങൾ ഇയാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുകയും വലിയ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള മാസങ്ങളിലും വർഷങ്ങളിലും 800-ലധികം ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. കൂപ്പർ പാരച്യൂട്ടിൽ ലാൻഡ് ചെയ്ത സ്ഥലം കണ്ടെത്താൻ സംഭവം പോലീസ് പുനഃസൃഷ്ടിക്കുകയും പ്രദേശത്ത് സമഗ്രമായ തിരച്ചിലുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ കൂപ്പറിന്റെയോ പാരച്യൂട്ടിന്റെയോ പൊടി പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. 1980 ഫെബ്രുവരിയിൽ ബ്രയാൻ ഇൻഗ്രാം എന്ന 8 വയസ്സുകാരൻ കൂപ്പറിന് കൊടുത്ത ഡോളർ നോട്ടുകളുടെ സീരിയൽ നമ്പറുകളുമായി സാമ്യമുള്ള ദ്രവിച്ചു തുടങ്ങിയ 3 പാക്കറ്റ് നോട്ടുകൾ കണ്ടെത്തി. മൊത്തം $5800 കണ്ടെത്തിയത്. എന്നാൽ ഈ കണ്ടുപിടുത്തം ഉത്തരങ്ങളെക്കാളേറെ കൂടുതൽ ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉയർത്തിയത്. ലോകത്തിന് മുന്നിൽ ഡാൻ കൂപ്പർ എന്ന മനുഷ്യൻ ഉണ്ടായിരുന്നതായി ആകെ അവശേഷിക്കുന്ന തെളിവ് ഒരു രേഖാചിത്രം മാത്രമാണ്. സത്യത്തിൽ ഇയാൾ ആരാണ്, എവിടെ നിന്ന് വന്നു, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ, അന്ന് ചാടിയ ശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു, പെട്ടിയിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥ ബോംബായിരുന്നോ, ഒന്നിനും ഉത്തരം നൽകാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞില്ല, ഇനി കഴിയുകയുമില്ല. ഒരു കറുത്ത നിഗൂഢതയായി ഇന്നും കൂപ്പർ തുടരുകയാണ്, ആർക്കും അറിയാത്ത ചുരുളഴിയാത്ത രഹസ്യമായി. അപ്പോൾ കൂപ്പറിന്റെ ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.